മാളൂസ് മാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. നമ്മളൊരു പാവലോ പയറോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പന്തലിടുമ്പം നമ്മുടെ മുറ്റത്തും പറമ്പിലുള്ള സൗകര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ പെട്ടെന്ന് കിട്ടുവാൻ ബെല്ലേക്കും കൂടി അമർത്തുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ തൊഴുത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉത്തരത്തേലാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഇപ്പുറത്തെ ഉത്തരത്തെ കൂടെ കൂട്ടി അങ്ങോട്ട് വലിച്ചിരിക്കുകയാണ്. അങ്ങനത്തൊരു തേക്കലേക്കാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് അതാണെന്ന് നോക്കാം. അപ്പോൾ ഈ തേക്ക് ഈ പറമ്പിൻ്റെ അങ്ങേ അതിരയിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ ഇവിടം കൊണ്ട് പന്തൽ തീരുവാണ്. അപ്പം ഞാൻ ഈ 2 പട്ടിക ഇങ്ങനെ അടിച്ചിരിക്കുക. എന്നിട്ട് ഈ പട്ടികയുടെ ഇടയ്ക്കാണ് ഈ കയറ് വെച്ചിരിക്കുന്നത്. ഈ പട്ടിക മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ ഒരു കയറ് ഈ ചെടിയിലോട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറിഞ്ഞു പോകത്തില്ല, ഇത് നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലെ കയറ് ഇവിടെ ഒന്ന് കെട്ടിയിരിക്കുന്നത് കാണാം. ഞാൻ ഇപ്പുറത്തെ സൈഡിലെ കയറ് കെട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ കിണറിൻ്റെ ഈ പാലത്തേടിയുടെ പൈപ്പിലാണ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് വെള്ളം കോരാനിട്ടിരിക്കുന്ന പൈപ്പിലാണ് ഇനി ആ സൈഡിൽ ചേർത്ത് കെട്ടിയിരിക്കുക. അപ്പോൾ അത് വിലക്ഷയം ഉണ്ടാകത്തില്ല. അത് നമ്മൾ ആ തൂണോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് വലിവ് വരുമ്പം ഒരു വിലക്ഷയം ഉണ്ടാകത്തില്ല. ഈ കയറിൻ്റെ അങ്ങേ അറ്റം ഞാൻ ആദ്യം കെട്ടിയിരിക്കുന്ന അപ്പുറത്തെ സൈഡ് കെട്ടിയിരുന്ന തൊഴുത്തിൽ തന്നെയാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത്. നമ്മുടെ പന്തലിന് 2 സൈഡിലും കയറ് കെട്ടിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഈ കയറെ വല എങ്ങനെയാണ് കോർത്ത് വെക്കുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനീക്കണ്ടോ ഈ കയറിൻ്റെ ആ വഴി ഈ വലയുടെ ഓരോ കണ്ണി ഈ ചെറിയ ഈ പ്ലാസ്റ്റിക് ചരടിൻ്റെ അടി കയറ്റിയിരിക്കുക. കണ്ടോ, അതിനകത്ത് കോർത്ത് ഇങ്ങനെ കുറുകെ വലിച്ച് കെട്ടിരിക്കുക. ഇപ്പം കുറുകെ ഉള്ളതായി. നമ്മൾ ഇതിപ്പോൾ ഈ വലയുടെ കണ്ണിക്കാകുമ്പോൾ കയറ്റണം. അപ്പം നമുക്ക് ആ വല ആ വീതി അനുസരിച്ച് നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, അത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അപ്പുറത്തെ ആഞ്ഞിലിലേക്ക് വലിച്ച് കെട്ടിരിക്കുക. തൊഴുത്തിൻ്റെ സൈഡിൽ നിന്ന് അപ്പുറത്തെ ആഞ്ഞിലിലേക്ക് വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് സൈഡ് എങ്ങനെയാണ് ഇടുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ സൈഡിലത്തെ കയറൊന്ന് കോർത്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു കണ്ണിയെ ഒന്ന് കുടുക്കിട്ട് കെട്ടുക. ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഓരോ കണ്ണിക്കിടയിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ കോർക്കുക. ഇങ്ങനെ കോർത്ത് ഇങ്ങനെ എടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വല ആവശ്യത്തിനുള്ള നീളത്തിൽ കോർത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കയറുമായിട്ടൊന്ന് കൂട്ടിക്കെട്ടാം. അപ്പം നമുക്ക് ഈ ചരട് നമ്മളിങ്ങനെ ഈ കയറും ഈ വല കോർത്തിങ്ങനെ ചരടും നമ്മൾ കൂട്ടിക്കെട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് കെട്ടിയാൽ മതി. ഒരുപാടകത്തേത് ഒരു ഏകദേശം അടുത്തടുത്ത് കെട്ടണം. എന്നാൽ ഒത്തിരി അടുക്കുകയും വേണ്ട. പിന്നെ വലിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് വലിവനുസരിച്ച് ഇടയ്ക്ക് കെട്ടിക്കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഒരു 2-3 കണ്ണി അകലത്തിയിട്ട് കെട്ടിയാൽ മതി. കഴിഞ്ഞ് നമ്മൾ വലയൊന്ന് വലിച്ചു കഴിയുമ്പോഴത്തേന് പിന്നെ നോക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വലയുടെ നീളം കെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ വലയുടെ കണ്ണിക്കിട വഴി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കയറ് കോർത്തെടുക്കണം. അപ്പോൾ നമ്മൾ വല ഇങ്ങനെ ഈ വലിയ കയറുമായിട്ട് കെട്ടുമ്പോൾ തന്നെ ഈ വലയുടെ കണ്ണിയുടെ നടുക്ക് സെൻറ്ററിൽ വെച്ച് കെട്ടണം. എന്നാലേ ഉള്ളൂ നമുക്ക് വലിക്കുമ്പം എല്ലായിടത്തോടും വല ശരിക്കും വലിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ മറു സൈഡ് വല കോർത്ത് കെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇനി ഈ സൈഡിലൂടെ വലയൊന്ന് കോർത്തെടുക്കാം. ഓരോ കണ്ണി ഇടയ്ക്കൂടെ ഇങ്ങനെ എടുത്തേച്ചാൽ മതി. അപ്പോൾ അവിടെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കാണിച്ച പോലെ തന്നെ അപ്പം നമ്മുടെ ഈ സൈഡും വല കോർത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കുറുകെയുള്ള വലയൊന്ന് കോർത്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വലിച്ചു കെട്ടാനായിട്ട്. ഇപ്പം നമ്മൾ 2 നീളം കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുറുകെ ഇങ്ങനെയങ്ങ് ചെയ്തേച്ചാൽ മതി. കുറുകെ വലിച്ചു കെട്ടാനായിട്ട് ആ വലയുടെ നീളത്തിനനുസരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞ വലയുടെ നീളത്തിനനുസരിച്ച് കുറുകയും കൂടെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പം 2 സൈഡും കോർത്ത് കെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ അപ്പുറത്തെ ചെയ്ത പോലെ ഇപ്പുറത്തെ സൈഡിലത്തെ കയറയിലോട്ട് നമുക്ക് വല പിടിച്ച് കെട്ടാം. ഇത് പോണെങ്കിൽ ഇച്ചിരി അകത്തി കെട്ടിയാൽ മതി. പിന്നെ വല മൊത്തം വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലുവനുസരിച്ച് നോക്കിയിട്ട്
ഇടയ്ക്കിടയ്ക്ക് വേണേൽ കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ കയറുമായിട്ട് വല കെട്ടുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കണ്ണിയുടെ സെൻറ്ററിൽ വെച്ച് കെട്ടണം. ഇതിപ്പോൾ ഈ സെൻറ്റർ എടുക്കണം, സെൻറ്ററിൽ നിന്ന് കെട്ടണം. എന്നാലേ ഈ വല വലിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് വലിക്കാൻ പറ്റത്തുള്ളൂ, നല്ല ചതുരത്തിൽ വലിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇവിടെ ഇതിപ്പോണൊക്കെ ഈ കണ്ണിയുടെ ഈ സെൻറ്റർ ഇവിടം വെച്ച് വേണം കെട്ടാനായിട്ട്, ഈ കയറെ കൂട്ടി കെട്ടാൻ. നമ്മുടെ പന്തലിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ പന്തലിൻ്റെ പണി പൂർത്തിയായ ആ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച എനിക്കൊരു അപകടം പറ്റിയായിരുന്നു. ഞാൻ രാവിലെ കുറച്ച് വിറക് കീറിയതാണ്. വീടിൻ്റെ പുറകുവശത്ത് ഒരു അഴ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ അഴയിൽ തട്ടിയിട്ട് വന്ന് കോടാലി എൻ്റെതിൻ്റെ ഇവിടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് കണ്ണിൻ്റെ മുകളിലായിട്ടാണ് കൊണ്ടത്. അതിൽ ആഴത്തിൽ നീളത്തിൽ മുറിവുണ്ട്, 5-8 സ്റ്റിച്ചുണ്ട്. അത് ഒരു അത്ഭുതകരമായ രക്ഷപ്പെടിയിലായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് കണ്ണിലേട്ടങ്ങനെ കൊള്ളുമോ അല്ലെങ്കിൽ മൂക്കയിലൊക്കെ കൊള്ളുമായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത വിധം ഒരു വലിയ അപകടമായി മാറിയാണ്. നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും കോടാലിയും തൂമ്പായൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ പണിയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ അഴയോ പ്ലാസ്റ്റിക് കയറുകളോ വല്ലതും ഉണ്ടോ എന്ന്. നമുക്കെപ്പോഴും അപകടം പതിഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഇനി നമുക്ക് ഈ പന്തൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മുടെ ഈ സൈഡിലത്തെ ഞാൻ ഈ ചരടുകൾ കണ്ട ഈ പന്തൽ ഇങ്ങോട്ട് ആ പ്ലാവിലേക്കാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ സൈഡിൽ ഓരോ മരങ്ങളുണ്ട്, ആഞ്ഞിലി, പ്ലാവ്, തെങ്ങ എല്ലാം. നമ്മൾ ഓരോ അകലം വിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു കെട്ടിയേച്ചാൽ മതി. പിന്നെ ഇപ്പം ഇടയ്ക്ക് ഞാൻ കമ്പൊന്നും കൊടുത്തിട്ടില്ല, ഓതയൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ പന്തൽ ഇത് ഞാൻ പയറാണ് ഇട്ടിരിക്കുന്നത്. പയറൊക്കെ കയറി വരുമ്പോൾ വെയിറ്റ് വരും, അന്നേരം താഴോട്ട് പന്തൽ തൂങ്ങി വരും. അന്നേരം നമ്മളിതേ ഇങ്ങനെ ഓരോ സ്ഥലത്തിലും പന്തൽ തൂങ്ങി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഒത കൊടുത്തേച്ചാൽ ഇങ്ങനെ കൊടുത്താൽ മതി. അത് നമ്മളിത് ഇങ്ങനെ ഒരു പട്ടികയാണേലും കമ്പാണേലും ഇങ്ങനെ ചെറിയ ഒരു കൊത കൊടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആ പന്തൽ താന്ന് വരുന്നതനുസരിച്ച് ഇങ്ങനെ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ അങ്ങേ അറ്റം വരെ അങ്ങനെ ഓരോ മരത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലത്തെ ഉണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ടെങ്ങും ഒന്നും വലിച്ചു കെട്ടാനൊരു സൗകര്യമില്ല. ഇപ്പോൾ അങ്ങോട്ട് മുറ്റം കിടക്കുകയാണ്, ആ സൈഡിൽ മരങ്ങളൊന്നുമില്ല. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നതിനെ ചെയ്തു ഒരു 3 പട്ടിക ഇത് മുക്കാലിയായിട്ട് അടിച്ചിരിക്കുക. കണ്ടോ, ആണി കൂട്ടി അടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് വെറുതെ നിന്ന് ഇത് മറിഞ്ഞു പോകും. അതിനെന്താ ഞാൻ കണ്ടോ ഒരു കമ്പിമുറി, ഇവിടെ കമ്പി മുറി അടിച്ചിട്ട് ഇതിത്തെ കൂട്ടി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ബലമായിട്ട് നിന്നോളും. അപ്പോൾ നമുക്ക് ടൈലിട്ട മുറ്റമാണെങ്കിലും നമുക്കത് ഇങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. 4 സൈഡിലോട്ടും വലിച്ചു കെട്ടാൻ സൗകര്യൻ്റെ കുഴപ്പമില്ല, വലിച്ചു കെട്ടിയാൽ മതി. അല്ലെങ്കിൽ ചെറിയ വെയിറ്റുള്ള ഒരു കട്ടയോ വല്ലതും വെച്ചിട്ട് അകത്തേലോട്ട് നമ്മളിവിടെ ചാടി കെട്ടിയിട്ട് 4 സൈഡിലോട്ടും വലിച്ചു കെട്ടിയാൽ മതി. അപ്പോൾ ഇതങ്ങനെ അവിടെ നിന്നോളും. ഇതും അതുപോലൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവ ഇങ്ങനെ അപ്പുറത്തും ഇപ്പോൾ 2 കാലം ഇങ്ങനെ ചെറിയ കമ്പി അടിച്ചിട്ട് ഇതിപ്പോൾ കൂട്ടിക്കെട്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നോളും. ഉണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വലിച്ചു കെട്ടിരിക്കുക. ഇപ്പോൾ ഇടയ്ക്കുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, 2 കാല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ 3 കാല് കൊടുക്കണമെന്നില്ല. ഇത് കണ്ട 2 കാല് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ 1 കാലേ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിവിടം വരെ ഇങ്ങനെ അറ്റത്തൊരു 3 കാല് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇത് അതുപോണൊക്കെ തന്നെ ഞാൻ കൊടുത്തിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീടിൻ്റെ മുറ്റത്ത് പന്തലിടുമ്പം നമ്മളൊരു കാരണവശാലും വീടിനോട് ബന്ധിച്ച് പന്തലിടരുത്. വീടിനോട് എപ്പോഴും അകത്തി വേണം ചെയ്യാനായിട്ട്. കാരണം ഈ ഇഴജന്തുക്കളൊക്കെ ഈ പന്തൽ വഴി കയറി നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ സാധ്യത കൂടുതലാണ്. അല്ല, എനിക്ക് ഈ വീടിലോട്ട് വേണമെങ്കിൽ വലിച്ചു കെട്ടായിരുന്നു. ഞാനതങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം, നമ്മൾ വീടുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അപകടങ്ങളുണ്ടാകും. കാരണം ഇഴജന്തുക്കൾ ഏത് സമയം മറ്റ് പറമ്പിൽ നിന്നൊക്കെ കയറി വന്ന് ഈ പന്തൽ വഴി കയറി വരാൻ സാധ്യത കൂടുതലാണ്. പന്തൽ പണിയെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുകയാണ്. പന്തൽ പണിയെക്കുറിച്ചുള്ള എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വിഷയമായിട്ടും ഇനിയും ഞാൻ വരുന്നതായിരിക്കും.